നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പം ഇൻവെർട്ടർ വെച്ചിട്ടിപ്പോൾ ഒരു 2 വർഷത്തോളമായി. നമ്മൾ KCB സൈഡിൽ നിന്ന് നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി ചാർജ് ചെയ്യത്തില്ല, അത് ഇടയ്ക്കൊന്ന് ഓൺ ചെയ്ത് ചാർജ് ചെയ്യത്തുള്ളൂ. അതിനൊരു സ്വിച്ച് വെച്ച് ചാർജ് ചെയ്യും. ബാക്കി സോളാറിലാണ്. ഇത് വെച്ചപ്പോൾ നമ്മളതിലൊരു 100 വാട്ട്സും പിന്നെ ചില്ലറ പാനലും കൊടുത്താണ് ആദ്യം വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 165 വാട്ട്സിൻ്റെ പാനൽ വെച്ച്, അത് കഴിഞ്ഞിട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും ഒരു പാനലും കൂടെ ആഡ് ചെയ്ത് 165ൻ്റെ അങ്ങനെ വെച്ച് നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 വർഷം ഉപയോഗിച്ചേക്കുവാണ്. PWM ചാർജ് കൺട്രോളർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് അതെങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്നും പിന്നെ ഇതിന് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തേക്കുന്നതിൻ്റെ ലോസസ് കുറേ ഉണ്ട്, അതെന്തൊക്കെയാണെന്നും പിന്നെ എന്തൊക്കെ ചേഞ്ച് ചെയ്യണം, പുതിയതായിട്ട് വെക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു യൂസിങ് ഇതായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏതായാലും മൊത്തം കാണുക, തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. പുതിയതായിട്ട് ഇൻവെർട്ടർ വെക്കാൻ പോകുന്നവരും ഒരു സോളാറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കും ഓഫ് ഗ്രിഡ് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നൊരു വീഡിയോ ആണ്. ഇതാണ് നമ്മൾ സോളാറിൻ്റെ ഇത് കൊടുത്തേക്കുന്ന ഇൻവെർട്ടറിൻ്റെത്. അപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മീറ്ററൊക്കെ കൊടുത്തിട്ടേക്കുവാണ്. PWM ചാർജ് കൺട്രോളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ വേറെ DC പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് വേറെ പോകുന്നതാണ്, നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് സപ്ലൈ കൊടുത്തിട്ടേക്കുന്നതാണ്. അപ്പം പാനലിൽ നിന്നൊരു ഏകദേശം നമുക്ക് മീറ്റർ ചെറിയ ഒരു 15 ആംപിയർ 15.5 ആംപിയർ ഓൾമോസ്റ്റ് ഇപ്പം പാനലിൽ നിന്ന് ഇത് വരുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 100 വാട്ട്സ് 105 വാട്ട്സാണ് ഇപ്പം ഇൻവെർട്ടറിൽ ലോഡ് ചെയ്തേക്കുന്നത്. ഏകദേശം ട്യൂബും TV എല്ലാം കൂടാണ്. ഇൻവെർട്ടറിൻ്റെ ബാറ്ററി സൈഡിൽ നിന്ന് എടുക്കുന്നത് ഓൾമോസ്റ്റ് നോക്കാം. 11 ആംപിയറാണ് ബാറ്ററിയിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്നത്. ബാറ്ററിയിൽ നിന്നല്ല, ഇൻവെർട്ടർ DC സൈഡിൽ നിന്ന് സപ്ലൈ എടുക്കുന്ന കറണ്ടിൻ്റെ ഇതാണ്. 12 വോൾട്ടിൻ്റെ ബാറ്ററിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. 11 ആംപിയർ ഏകദേശം 107 വാട്ട്സ് 105 വാട്ട്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ നാളായിട്ട് ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എങ്ങനെയായാലും നോർമൽ യൂസ് എല്ലാം ഇതിൻ്റെ അകത്ത് അങ്ങ് ഓടും. ലൈറ്റും ഫാനും TVയും ട്യൂബും എല്ലാം ഇതിൻ്റെ അകത്ത് ഓടും. ഇൻക്ലൂഡിങ് ഫ്രിഡ്ജും ഇതിൻ്റെ അകത്ത് ഓടും. ഫ്രിഡ്ജൊക്കെ ഇപ്പോഴത്തെ ഫ്രിഡ്ജ് ഏകദേശം 80 വാട്ട്സ് 60 വാട്ട്സേ എടുക്കത്തുള്ളൂ. പിന്നെ ഫാനൊക്കെ ആണെങ്കിൽ ഇത് പഴയ ടൈപ്പ് മറ്റേ ഇൻഡക്ഷൻ മോട്ടർ ടൈപ്പ് ഫാനാണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ 100 വാട്ട്സ് എടുക്കും. പിന്നെ അത് ഒരു 75-80 വാട്ട്സാണ് ഇതെടുക്കുന്നത്. അതിന് ഓരോ ഇതേപോലത്തെ BLDC ഫാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 30 വാട്ട്സ് ഫുൾ സ്പീഡിൽ എടുക്കത്തുള്ളൂ. സ്പീഡ് കുറയ്ക്കുന്നതനുസരിച്ച് 10-20 വാട്ട്സ് അത്ര എടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഇൻവെർട്ടറിൽ കൂടുതൽ ബാക്കപ്പ് കിട്ടും. ഇപ്പം ഇത് TVയും ലൈറ്റും മാത്രമാണ് ഇപ്പോൾ കിടക്കുന്നത്. ഏകദേശം 10 ആംപിയർ എടുക്കുന്നുണ്ട്. 16 ആംപിയറോളം ആ റേഞ്ച് നമുക്ക് സോളാറിൽ നിന്ന് ഇപ്പോൾ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അപ്പം അതിൽ മൊത്തം സോളാറിലാണ് ഇപ്പോൾ ഓടുന്നത്. എന്നിട്ട് ബാക്കിയുള്ളത് ബാറ്ററി ചാർജും കൂടെ ആവുകയാണ്. 105 വാട്ട്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാൻ ഇടാം. വാട്ട്സ് കൂടി 18 ആംപിയർ ഇപ്പോൾ എടുക്കുന്നുണ്ട്. 90. ഓക്കെ, സ്പീഡായി വരുവാണ് ഫാന്. അപ്പോഴത്തേക്ക് വാട്ട്സ് കുറഞ്ഞു വരും. ഓക്കെ, 75 ഏകദേശം 75-80 വാട്ട്സ് അടുപ്പിച്ച് ഈ ഫാൻ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടർ ഈ ഫാൻ ഇതിപ്പോൾ നമുക്ക് ഒരു ദിവസം ഫുള്ള് നമുക്ക് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് എത്ര മണിക്കൂർ നമ്മൾ ഇത് എല്ലാ ലോഡും കൂടെ ഇടത്തില്ലല്ലോ. അപ്പം കുറച്ച് യൂസ് ചെയ്യാത്ത ടൈമിൽ ബാറ്ററി സ്റ്റോർ ചെയ്യും. യൂസ് ചെയ്യുന്ന ടൈമിൽ ബാറ്ററിയിൽ നിന്നും എടുക്കും, സോളാറിൽ നിന്നുള്ളതും കൂടെ എടുത്ത് നമുക്കൊരു ദിവസം ഓൾമോസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഫാൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഫാനും പോയി TVയും കൂടെ ഒന്ന് ഓഫ് ചെയ്തേക്കാം. TV ഓഫ് ചെയ്ത് ഇപ്പം ലൈറ്റ് മാത്രമേ ഉള്ളൂ, ട്യൂബ് ലൈറ്റ് മാത്രം. 23 വാട്ട്സാണ് ഇപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ കിടക്കുന്നത്. വാട്ട്സ് 4.2 ആംപിയർ എടുക്കുന്നുണ്ട്. നമുക്ക് മറ്റേ ഫാൻ മാത്രം ഒന്ന് ഇട്ട് നോക്കാം. അല്ല, ഈ ട്യൂബ് നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഓക്കെ, മൊത്തം ഓഫ് ചെയ്ത് വരുമ്പം
6 വാട്ട്സ്. അതിപ്പം കണക്ട് ചെയ്തേക്കുന്ന മോഡം റൗട്ടറുകൾ കണ്ടുവെന്നുണ്ട്. അതിൻ്റെ എല്ലാമൊക്കെയാണ് ആ ഒരു അത്രയും ഇത് 2.9 ആംപിയർ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റേ BLDC ഫാൻ ഇട്ട് നോക്കാം. ഓക്കെ, BLDC ഫാനാണ്. ഇത് ആറ്റംബർഗിൻ്റെ ഫാനാണ്. ഇതിപ്പം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം സ്പീഡ് 5-ലിട്ടേക്കാം. ഓക്കെ, ഇനി നമുക്ക് എത്ര വാട്ട്സ് എടുക്കുമെന്ന് നോക്കാം. ഓക്കെ, കൂൾ 32 ടോട്ടൽ 32 വന്നത്. 6 വാട്ട്സ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം 25 വാട്ട്സാണ് ഏകദേശം ഇപ്പോൾ ആ ഒരു ഫാനിന് എടുക്കുന്നത്. പോട്ട് 30 വാട്ട്സ് കൂട്ടിക്കോ. അത്രേ ആ ഒരു BLDC ഫാൻ അത്രയും വാട്ട്സേ എടുക്കത്തുള്ളതാണ്. BLDC ഫാനും നമ്മളെ ഇൻഡക്ഷൻ ടൈപ്പ് ഫാനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ബാറ്ററിയിൽ നമുക്ക് കൂടുതൽ ബാക്കപ്പ് കിട്ടുകയും ചെയ്യും. നമുക്ക് സോളാറിൽ ചെറിയ സോളാർ സെറ്റപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മളിപ്പം ഇൻവെർട്ടർ ഓണാക്കിയേക്കുവാണ്. ഇതിപ്പം സപ്ലൈ ചെയ്തില്ല, ബാക്കപ്പിൽ ബാറ്ററിയിൽ ഓണായേക്കുവാണ്. ഇൻവെർട്ടറിൻ്റെ ഔട്ടിലൊന്നും ഒരു ലോഡും കൊടുത്തിട്ടില്ല. 0 വാട്ട്സ് 219 വോൾട്ട്. ഇത് ഇൻവെർട്ടർ എടുക്കുന്ന ആംബിയർ, ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് എടുക്കുന്ന ആംബിയർ 2.4 ആംബിയർ ഇപ്പം ഇൻവെർട്ടർ നോ ലോഡിൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോമർ ലോസും പിന്നെ ഈ 12 വോൾട്ടിനെ ഇതെടുത്ത് 219 വോൾട്ടിലോട്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു എടുക്കുന്നതിൻ്റെ കറണ്ടാണത്. ഇപ്പം നോ ലോഡിലത്. ഇനി നമുക്ക് 2 ഇൻഡക്ഷൻ മോട്ടറിൻ്റെ 2 ഫാൻ ഫുൾ സ്പീഡിൽ 2 ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, 2 ഓൺ ചെയ്തു. വാട്ട്സ് എടുക്കുന്നു 160. ഇപ്പോൾ കുറഞ്ഞു വരും. സ്റ്റാർട്ടിങ്ങിൽ അത് കറണ്ട് കൂടുതലെടുക്കും. കൂടുതലെന്ന് വെച്ചാൽ ഒരു 10-30 വാട്ട്സ് അധികം, 20 വാട്ട്സ് അധികം എടുക്കും. ഓക്കെ, 2 ഇൻഡക്ഷൻ ഫാൻ ഇപ്പോൾ ഫുൾ സ്പീഡ് ഇട്ടേക്കുവാണ്. ഓക്കെ, ഏകദേശം 140 വാട്ട്സ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. 13 ആംബിയർ 13.4 13.5 ആംബിയർ DC സൈഡിൽ നിന്ന് ഇൻവെർട്ടർ എടുക്കുന്നു. 239 വാട്ട്സ് ഇൻഡക്ഷൻ മോട്ടർ ഇതെടുക്കും. ഇനി നമുക്ക് BLDC ഫാൻ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, BLDC നമ്മൾ 5 സ്പീഡിലാണ് ഇടുന്നത്. 5 ഉണ്ട്, പിന്നെ ബൂസ്റ്റും ഉണ്ട്. അപ്പം 5 ബൂസ്റ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ ഉള്ള ഫാനിനേക്കാൾ ഇച്ചിരൂടെ സ്പീഡ് RPM കൂടുതലായിരിക്കും. ഇതിപ്പോൾ 2 സെയിം RPM. ഇത് ഒരു BLDC ഫാൻ. നമുക്ക് അടുത്ത BLDC ഫാൻ ഇട്ടിട്ട് വരാം. ഓക്കെ, ഇത് ആറ്റംബർഗിൻ്റെ വേറൊരു മോഡൽ ടൈപ്പ് ഫാനാണ്. ഇത് നമുക്ക് 4 ഓക്കെ 1 2 3 4 5 സ്പീഡാണിത്. ഇതിന് 6 സ്പീഡാണുള്ളത്. ഇതിപ്പോൾ 5 സ്പീഡിൽ പോട്ടെ. നമുക്ക് 6 സ്പീഡ് ഇടാം. ബൂസ്റ്റ് ഇടാം. 6 സ്പീഡ് ആകുമ്പോൾ RPM കൂടുതലായിരിക്കും. നോർമൽ ഫാനിനേക്കാൾ ചൂട് RPM കൂടുതലായിരിക്കും. ഇനി എത്ര വാട്ട്സ് എടുക്കുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം 2 ഫാൻ BLDC നല്ല സ്പീഡ് ഇട്ടേക്കുവാണ്. ഏകദേശം 67 വാട്ട്സ് 7.4 ആംബിയർ DC 67 വാട്ട്സ്. മറ്റേതിൻ്റെ പകുതി ഓളം അത്രയും വാട്ട്സ് നമുക്ക് എടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു ഫാനും കൂടെ BLDC ഇട്ട് നോക്കാം. ഓക്കെ, ഇത് വേറൊരു കമ്പനി സിനോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. നമുക്ക് 5-ലിട്ടേക്കാം. ഓക്കെ, ഇനി നമുക്ക് എത്ര വാട്ട്സ് എടുക്കുന്നു നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 BLDC ഫാനാണ് ഇട്ടേക്കുന്നത്. 3 BLDC ഫാൻ ഇട്ടിട്ടും 93 വാട്ട്സേ എടുക്കുന്നുള്ളൂ ഫാൻ മൊത്തത്തിൽ. 3 ഫാനും കൂടെ 9.7 9.8 ആംബിയർ. 3 ഫാനും ബൂസ്റ്റ് മോഡല്ല, അല്ലാതെ സ്പീഡിൽ 5 എത്രയാണോ സ്പീഡ്, ചിലതിന് 6 സ്പീഡ്. ഓരോ മോഡലിന് വ്യത്യാസം കാണും. അതിൽ ടോപ്പ് സ്പീഡ് ഇട്ടിട്ടുള്ളതാണ് 94 വാട്ട്സ്. അപ്പോൾ ഒരു നൈറ്റ് മൊത്തം നമ്മൾ ബെഡ്റൂമിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2 ഫാൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു 2 മാസത്തോളം ബില്ല് ഇത് വരുമ്പോൾ തന്നെ യൂണിറ്റ് നല്ലൊരു പകുതിയോളം കുറയും. 2 ഫാൻ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഒരു നൈറ്റ് ഒരു 10 മണിക്കൂർ യൂസ് ചെയ്യുമ്പോഴത്തേക്കൊരു
1.5 യൂണിറ്റോളം എങ്ങനെയായാലും നൈറ്റ് ആവും. അപ്പം BLDCയിലോട്ട് മാറുമ്പോഴത്തേക്ക് അത് നേരെ പകുതി എന്തായാലും ആവും, 1/2 യൂണിറ്റ് വെച്ചേ ആവത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും. പല ബ്രാൻഡിൻ്റെ പല BLDC ഉണ്ട്. ഏറ്റവും കുറഞ്ഞൊക്കെ 2000 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പക്ഷേ ഒരുവിധം ക്വാളിറ്റി ഉള്ളത് നോക്കി എടുക്കുകയായിരിക്കും നല്ലത്. നമ്മൾ ഈ ഇൻവെർട്ടറിൽ തന്നെ ഈ 850 VL തന്നെ നമ്മൾ AC നമ്മൾ 1 ton 5 star AC ആണ്. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഈ AC മാത്രം നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൺവേർട്ടബിൾ ടൈപ്പ് ആയതുകൊണ്ട് ടണ്ണേജ് കുറച്ച് നമ്മളൊരു 500 വാട്ട്സ് ഇതിലാണ് നമ്മളിപ്പം AC അത് നേരത്തെ ലോഡ് ചെയ്തത്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കുക. പാനലാണ് ഡിഫറെൻറ്റ് വാട്ട്സിൻ്റെ പാനലാണ്. ഇത് രണ്ടും 165 വാട്ട്സിൻ്റെയും ഇത് 100 വാട്ട്സിൻ്റെയാണ്. അപ്പം അങ്ങനെ പാനൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് വാട്ട്സ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വോൾട്ടേജ് VOC ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും കുറഞ്ഞ വോൾട്ടേജ് ഏതാണെന്നോ ആ വോൾട്ടേജേ കിട്ടത്തുള്ളൂ. അപ്പം ഒരു ലോസ് സംഭവിക്കും. ഇപ്പം 100 വാട്ട്സിൻ്റെ പാനലും 150 വാട്ട്സിൻ്റെ പാനലും കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 250 വാട്ട്സ്. ഇപ്പം സിംഗിൾ വേറൊരൊറ്റ 250 വാട്ട്സ് പാനലും ഇതിനൊക്കെ ഡിഫറെൻറ്റ് വോൾട്ടേജ് പാനൽ കണക്ട് ചെയ്തും തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു വ്യത്യാസം വരും. നമുക്ക് ലോസ് ഉണ്ടാവും. പക്ഷേ സെയിം വോൾട്ടുള്ള ഡിഫറെൻറ്റ് പാനൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരത്തില്ല. പക്ഷേ ആ ഒരു ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ അത് പാരൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ ഒരു ഇത് കിട്ടും. കാരണം 100 പിന്നെ 150 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ആയാലും ഒരു 170 150 കൂടുതൽ എങ്ങനെ ആയാലും കിട്ടും. 250 വാട്ട്സ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പാനൽ ഇവിടെ ഇരുന്ന പാനലെടുത്ത് കണക്ട് ചെയ്തത്. ഇനി എനിക്ക് മാറ്റേണ്ടതെന്ന് വെച്ചാൽ ഈ ചാർജ് കൺട്രോളർ മാറ്റണം. ചാർജ് കൺട്രോളർ മാറ്റി MPPTയുടെ വെക്കണം. പിന്നെ ഈ കേബിൾ മാറ്റണം. ഈ ഡിസ്റ്റൻസ് ഇത് കുറയ്ക്കണം. ഇതിപ്പം 2nd ഫ്ലോറിൽ നിന്ന് താഴോട്ട് വരുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് കുറയ്ക്കണം. എന്നിട്ട് പാനൽ 12 വോൾട്ടാണ് പാനൽ, അത് സീരീസ് ചെയ്ത് 24 ആക്കിയിട്ട് ഒരു പാനലും കൂടെ വെക്കണം. അതെന്തോ നോക്കണം. MPPT അത് ചൂസ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഏകദേശം 1 കൊല്ലത്തിൽ കൂടുതൽ 2 കൊല്ലമായിട്ട് ഇതിപ്പോൾ യൂസ് ചെയ്യുകയാണ്. ഇതിപ്പം കുറച്ച് ദിവസത്തെ നമ്മൾ ഇതിൽ നിന്ന് യൂസ് ചെയ്ത് 14.5 യൂണിറ്റ് അടുപ്പിച്ച് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ഇത് സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 18-20 ദിവസമായി കാണും. 18-20 അല്ലേ ദിവസമായി തോന്നും. ഇടയ്ക്ക് ഉപയോഗിച്ചില്ലായിരുന്നു, അതാ ഇത്രയും ഇത് വന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ രാവിലെ ടൈമർ സ്വിച്ച് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇൻവെർട്ടറിൻ്റെ വരുന്ന ആണ് ഇത്. അതിൻ്റെ അകത്ത് നമ്മൾ ടൈമർ സ്വിച്ച് വെച്ചിട്ട് ഓൺ ഓഫും ചെയ്യുന്നത്. രാവിലെ ഓഫാവും. കേസ് നമ്മൾ 230 dB വരുന്ന ലൈൻ അതിൻ്റെ ഇടയിലാണ് ഈ ടൈമർ സ്വിച്ച് വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്ക് ഇൻവെർട്ടർ ഇപ്പം സപ്ലൈ ഇല്ലാത്ത ഇതായിരിക്കും. അപ്പോഴത്തേക്ക് ബാക്കിയുള്ളത് ബാറ്ററിയിൽ നിന്ന് സോളാറിൽ നിന്ന് എടുക്കും. എന്നിട്ട് വൈകിട്ട് 5 മണി 6 മണി വരെ 6 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് ഇൻവെർട്ടർ ഓൺ ആവും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലാണ്, മറ്റേ സ്മാർട്ട് സ്വിച്ച് വെച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇപ്പം കറണ്ട് ഇല്ലെങ്കിലും എനിക്കിതുവരേക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. മൊത്തം ഉപയോഗിക്കാൻ പറ്റും. ഇത് ഏകദേശം TVയും ലൈറ്റും ഇതെല്ലാം കണ്ടിന്യൂസ് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ. ഒരെത്ര 2-3 hours TV ഉപയോഗിച്ച് പിന്നെ മറ്റേ BLDC ഫാനും ആയതുകൊണ്ട് നല്ലോണം നിൽക്കും. ഇത് സാധാ ടൈപ്പ് ഫാനാണ്. അപ്പം കഴിയുന്നവരും പുതിയ ആയിട്ട് ഫാൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മുടെ റൂം ഹാളവിടെയൊക്കെ BLDC ഫാൻ ഇടുക, അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതേപോലെ ഇൻവെർട്ടറിലൊക്കെ നമുക്ക് കൂടുതൽ ബാക്കപ്പും കിട്ടും. ഇനി വെച്ചാൽ പുതിയതായി ഇൻവെർട്ടർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പുതിയതായിട്ടൊരു 1 ബാറ്ററി സിസ്റ്റം വന്ന ഒരു 1 kVയുടെ തന്നെ മേടിക്കുക. അസംബിൾഡ് ടൈപ്പ് ആയിരിക്കും വെച്ചുകൂടെ ബെറ്റർ. അതിൻ്റെ അകത്ത് ഏത് ഇൻവെർട്ടർ ആയാലും അതിൻ്റെ അകത്ത് ഇൻവെർട്ടർ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഓണും ഓഫ് ഓപ്ഷൻ ഉള്ളത് തന്നെ വേണം. അതാകുമ്പോൾ ഭാവിയിൽ നമുക്ക് സോളാറിലോട്ട് ആക്കാനും പറ്റും. ഇത് നമ്മളിപ്പം ഒരു മീറ്റർ കണക്ട് ചെയ്തിട്ട് മീറ്ററിൻ്റെ ഔട്ടിൽ ഇൻവെർട്ടർ കൊടുത്തേക്കുവാണ്. ഓക്കെ, ഇപ്പം വീട്ടിൽ ചെറിയ ലോഡ് എല്ലാം ഇൻവെർട്ടർ വഴി പോവാണ്. നമ്മൾ സ്വിച്ച് അത് ബൈപ്പാസ് ചെയ്തേക്കുവാണ്. ഇപ്പം ഇൻവെർട്ടർ വഴിയല്ല പോകുന്ന വീട്ടിൽ ലോഡ്, അല്ലാതെ ബൈപ്പാസ് ചെയ്ത് പോവാണ്. ഇതിപ്പം 1 വാട്ട് പോലും എടുക്കുന്നില്ല. ഇൻവെർട്ടറിൻ്റെ കറണ്ടിൽ കുത്തി കിട്ടുമ്പോഴത്തേക്ക് 1 വാട്ട് പോലും പവർ കൺസപ്ഷൻ എടുക്കുന്നില്ല. കാരണം ഇപ്പം ബാറ്ററി ചാർജിങ് ഇത് സ്വിച്ച് ഉള്ള മോഡലാണിത്. മോഡലല്ല, അങ്ങനെ ആക്കിയ ടൈപ്പാണ്. സ്വിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചാണ്. അപ്പം ഇത് ചാർജ് ആവുന്നില്ല. ഇപ്പം ചാർജ് നമുക്ക് ഓഫ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട്
ഈ ഒരു വാട്ട്സ് എടുക്കുന്നുള്ളൂ, 1/2 വാട്ട്സേ എടുക്കത്തുള്ളൂ. നമുക്ക് ഇൻവെർട്ടർ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചാർജിങ്ങിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. അപ്പം ഇനി ഓൺ ചെയ്യുമ്പോൾ ബാറ്ററി ചാർജ് ചെയ്ത് തുടങ്ങും. ഓക്കെ, പവർ ഓൺ ചെയ്യാം. ഇച്ചിരി ഇപ്പം ഇൻവെർട്ടർ കിടക്കും, അതിന് പവർ ഓൺ ചെയ്യുമ്പോൾ അതിലോട്ട് റിലേ അടിക്കാൻ ഇച്ചിരി സമയം എടുക്കും. ഓക്കെ, അതുകൊണ്ടാ വാട്ട്സ് 70, 80, 100, 120 അങ്ങനെ ഒരു 180, 200 വാട്ട്സ് വരെ വാട്ട്സ് നമുക്ക് ലോഡ് ഇത് എടുക്കും. ഈ ഇൻവെർട്ടർ നമ്മളെ ബാറ്ററി ചാർജ് ചെയ്യാൻ, കറണ്ടിൽ ലൈനിൽ ചാർജ് ചെയ്യാൻ, AC-യിൽ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വാട്ട്സാണ് എടുക്കുന്നത്. ഇത് ഇതേപോലെ ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇപ്പോൾ സോളാർ വെച്ചില്ലെങ്കിലും ഭാവിയിൽ സോളാർ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മൊത്തത്തിൽ സോളാറിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ബാറ്ററി ചാർജിങ് ഓഫ് ചെയ്തപ്പോൾ 1/2 വാട്ടേ ഉള്ളൂ. ഈ ബൈപ്പാസ് അത് തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം വീട്ടിലെ ലോഡ് മൊത്തം ഇൻവെർട്ടർ വഴിയാണ് കയറിപ്പോകുന്നത്. 90-100 വാട്ട്സ്. അപ്പോൾ അതിനൊക്കെയുള്ള സ്വിച്ച് സെപ്പറേറ്റ് ഉള്ള ചാർജിങ്ങിന് സ്വിച്ച് ഓൺ ഓഫ് ഉള്ള ഇൻവെർട്ടർ ചൂസ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ബാറ്ററി ഏതെങ്കിലും ഏത് ബ്രാൻഡായാലും C10 ടൈപ്പ് ബാറ്ററി എടുക്കുക. സോളാറിന് പറ്റിയ ബാറ്ററിയാണ് ഈ C10 ടൈപ്പ്. പിന്നെ പാനൽ ചൂസ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് പാനലും വേണ്ട, നമുക്കൊരു പാനൽ 550-400 വാട്ട്സ് 550 വാട്ട്സിൻ്റെ ഒറ്റ പാനൽ കിട്ടും. അത് മേടിച്ച് കൊടുക്കുക. 24 വോൾട്ടിൻ്റെ പാനൽ, ആ പാനൽ കൊടുക്കുക. പിന്നെ പാനലിൽ നിന്ന് വരുന്ന ഞാൻ ഇട്ടേക്കുന്ന കേബിള് 4mm² നോർമൽ വയറാണ്. നമുക്ക് DC കേബിൾ തന്നെ മേടിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, DC കേബിൾ യൂസ് ചെയ്ത് പാനലും ചാർജ് കൺട്രോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക. ഇതാണ് നമ്മൾ ചാർജ് കൺട്രോളർ ഞാൻ ഉപയോഗിച്ചത്. ഇത് PWM ടൈപ്പാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള MPPT ഒക്കെ ഉണ്ട്. ഒരു 150 മേളിൽ വാട്ട്സുള്ളതൊക്കെ പാനൽ യൂസ് ചെയ്യാനാണെങ്കിൽ ഈ MPPT ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇപ്പോൾ കൂടുതൽ എഫിഷ്യൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ MPPT ഒക്കെ പിന്നെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്തോളും, ഇൻവെർട്ടർ ഓണും ഓഫും എല്ലാം. അപ്പം ഈ ഒരു വീഡിയോ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങളിൽ എത്തിക്കാൻ സാധിച്ചെന്ന് കരുതുന്നു. ഓക്കെ.